شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ ഖിയാമ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14-15 ആയത്തുകളിലാണ് നമ്മുടെ ചർച്ച ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. കാര്യങ്ങൾ അത്രയുമല്ല, മനുഷ്യൻ അവനെതിരിൽ തന്നെ തെളിവാകുന്നതാണ്. അവൻ്റെ കാരണങ്ങൾ ബോധിപ്പിച്ചാലും ശരി. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ എന്ന് പറഞ്ഞ ആയത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താ? മനുഷ്യൻ അവനെതിരിൽ തന്നെ തെളിവാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവനെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് നന്നായി അറിയുന്ന ആളുകളാണ്. നമ്മളാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും അറിയുന്നവർ എന്നാണ് ഈ ആയത്തിൻ്റെ ഭാഷ്യം അല്ലെങ്കിൽ ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്താണ്? നമ്മളാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും അറിയുന്നവർ. ബൽ അൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. മനുഷ്യൻ അവൻ്റെ ശരീരത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. മനുഷ്യൻ അവനെതിരിൽ തന്നെ തെളിവാണെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അപ്പോഴല്ലേ പിന്നെ ഞാൻ എനിക്കെതിരെ തന്നെ തെളിവാകുക. എൻ്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ കുറ്റങ്ങളും കുറവുകളും എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളതിനേക്കാൾ ഏറെ എനിക്കാണ് എൻ്റെ കുറ്റങ്ങൾ അറിയുക. അപ്പോൾ എന്തായി ഇതിന് വേറൊരു, ഈ ആയത്തിൻ്റെ മറ്റൊരു ആശയം, നമ്മൾ പഠിക്കേണ്ട ഒരു ആശയം, മുഫസ്സിരിങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു വിഷയം, നമ്മുടെ കുറ്റവും കുറവുകളും ശരിക്ക് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തരുത്, അത് തിരുത്താൻ മടി കാണിക്കരുത്. കാരണം എന്താ? അൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. നമ്മൾ നമ്മളെക്കുറിച്ച് നന്നായി അറിയുന്ന ആളുകളാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. അങ്ങനെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിയ ആളുകളാണ് എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ആ കുറ്റങ്ങളും കുറവുകളും ഒരു മടിയും കൂടാതെ ന്യായീകരണങ്ങൾ നടത്താതെ തിരുത്താൻ ശ്രമിക്കണം. അതാണ് മനുഷ്യന് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെട്ടതുപോലെ നമുക്കെതിരെ സാക്ഷി നിൽക്കാനും അതല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ നമ്മളെ നശിപ്പിക്കാനും ഒക്കെ കാരണമാകും. നമ്മുടെ തെറ്റുകൾ മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. ബസീറ എന്ന് പറഞ്ഞാൽ ശരിക്ക് നല്ല ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കുന്ന എന്നൊരർത്ഥം കൂടിയുണ്ട്. നല്ല ബസാറത്തുള്ള ആളാന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങളൊക്കെ നല്ല ശരിക്ക് മനസ്സിലാക്കുന്ന ആളാണ് എന്ന്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ശരീരത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് എന്നൊരാശയം കൂടി ആയത്തിനുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. മുഫസ്സിരീങ്ങളായ ആളുകൾ ഈ ഒരു ആശയം വെച്ചിട്ട് ഇത് വല്ലാതെ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വന്തം കുറ്റങ്ങളും കുറവുകളും ശരിക്കും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയണം എന്നൊരു സൂചന കൂടെ ഈ ആയത്ത് നൽകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. നമ്മുടെ തെറ്റുകൾ മാത്രമേ നോക്കാൻ പാടുള്ളൂ, അത് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. ആരാൻ്റെത് നോക്കാൻ നമ്മൾ അല്ലാഹുവിൽ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ നിലപാട് പെരുമാറ്റം കണ്ടാൽ നമ്മളെ കാര്യം നോക്കാൻ തന്നെ പഠിച്ചോ നമ്മളോട് പറഞ്ഞിട്ടില്ല. വേറെയുള്ള ആൾക്കാരെ കുറ്റങ്ങൾ നോക്കി നടന്നോളീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്ന് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ വേറൊരാളെ കുറ്റം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മളൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല, എന്ത് തന്നെ ആയാലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. വേറുള്ളവരെ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ കാല് തട്ടി, വീട്ടിലിപ്പോൾ ചെറിയൊരു ഉദാഹരണം വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഒരു കാല് തട്ടി പൊട്ടി നോക്കുക, അല്ലെങ്കിൽ മേശം വന്നൊരു ഗ്ലാസ് താഴെ പൊട്ടി നോക്കുക. നമ്മളെന്താ പറയുക? ആരെ ഈ ഗ്ലാസ് അവിടെ കൊടുന്നേച്ചത്? അപ്പോൾ ആ ഗ്ലാസ് അവിടെ കൊടുന്നേച്ച ആൾക്കാർ കുറ്റം. നമ്മളെ കൈ തട്ടിയതോ താഴെ വീണതോ പൊട്ടിയതോ ഒന്നും അവിടെ പ്രശ്നമല്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാറ്റിനും നമ്മൾ ന്യായീകരണം കാണും. ഇതിനെന്താ അങ്ങനെ ചെയ്ത് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പോയി ചെയ്യുക? ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതല്ലേ, കഴിഞ്ഞു, ആ പരിപാടിയാണ് ശരിയായി, 100% ശരിയായി, പിന്നെ അതിനൊരു തെറ്റുണ്ടാവില്ല. ഈ കോലത്തിലാണ് നമ്മളെ സമീപനങ്ങൾ. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക, നമ്മളെ തെറ്റുകൾ കാണുക, തിരുത്തുക. മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. നമുക്കും പറ്റാം, വേറെല്ലാവർക്കും പറ്റാം.
മാന്യമായി തിരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. തെറ്റുപറ്റി ആരും ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ തെറ്റുപറ്റി നമ്മൾ ഒരാൾ ചെയ്ത തെറ്റ് നമ്മൾ കണ്ടു നോക്കുക, അതിങ്ങനെ ചൂഴ്ന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടന്ന് പാട്ടാക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാൾ തിരുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ നേരെ അയാളുടെ അടുത്ത് പോയിട്ട് വളരെ രഹസ്യമായിട്ട് വിഷയം പറ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് തിരുത്തിക്കാളട്ടോ എന്ന് പറയാം. അല്ലാതെ അയാളോടൊന്നും പറയാതെ ഫേസ്ബുക്കിലിടുക ചെയ്യുക, അല്ലെങ്കിൽ നാട്ടിലോട് പറയുക ചെയ്യുക, മൈക്കെടുത്ത് സംസാരിക്കുക ചെയ്യുക. സുബ്ഹാനല്ലാഹ്. സതുദ്ദേശത്തോടെ കാര്യങ്ങൾ ചെയ്യാം. ആരും തെറ്റ് തിരുത്തി കൊടുക്കണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ മാത്രം തെറ്റ് കണ്ടിട്ട് അത് മാത്രം തിരുത്തിയാൽ മതി എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റുള്ള ആളുകളുടെ തെറ്റുകൾ മാന്യമായി ഗുണകാംക്ഷാപരമായി സതുദ്ദേശത്തോടെ തിരുത്താൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാ. നമ്മൾ തിരിച്ചാണ്. ബാക്കിയുള്ളവർക്ക് എല്ലാ കുറ്റവും ചാർത്തിയിട്ട് ആ കുറ്റങ്ങൾ പറഞ്ഞു പരത്തി നടക്കും നമ്മൾ. എന്നിട്ടോ ഒരു കുറ്റം നമ്മളോട് പറഞ്ഞിട്ട് ആ കുറ്റം പിന്നെ അയാൾ ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞാലോ നമുക്ക് ആ പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അത് എല്ലാവരും അറിഞ്ഞില്ല, ആകെ പരന്നില്ല, അയാൾ ആകെ മോശക്കാരനായില്ല. എന്തിനാ നമ്മളെ ചെയ്യണത്? എല്ലാവർക്കും മറ്റുള്ളവരുടെ കാര്യം നോക്കാനാണ് താല്പര്യം. അത് എല്ലാവരും മാത്രമാണ്. ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചില ഉസ്താദന്മാർ പറയാറുണ്ട്, അവർ പല പരിപാടികളിലും പല നാടുകളിലും സംസാരിക്കാൻ പോയാൽ, പ്രസംഗിക്കാൻ പോയാൽ അവിടുത്തെ ആളുകൾ ചുറ്റും കൂടിയിട്ട് ഓരോരുത്തരും ഓരോ ടൈപ്പ് ആവശ്യങ്ങളായിട്ടാണ് വരിക. പഠിച്ചോനെ ഉസ്താദിനോട് പറയത്തില്ല, ഉസ്താദെ പിന്നെ ഇവിടെ ഇന്ന ആൾക്കാരെ കുറിച്ച് നല്ലോണം പറയണം. ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, പള്ളിക്കൊക്കെ വരാത്ത കുറേ ആൾക്കാർ. വയസ്സന്മാർക്ക് അതാ പറയാനുള്ളത്. വയസ്സന്മാർ ഉസ്താദിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, പള്ളിക്കൊന്നും വരും, ഞങ്ങൾ ഈ ചെറുപ്പക്കാരെ കുറിച്ച് നല്ലോണം എന്ന് പറയണം. ചെറുപ്പക്കാർ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, പിന്നെ ഇവിടെ കുറച്ച് വയസ്സന്മാരുണ്ട്, ഓരെ കൊണ്ട് ഒരു തൊഴിലല്ല, ഞങ്ങൾ വയസ്സന്മാരെ കുറിച്ച് നല്ലോണം പറയണമെന്ന് പറയും. തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റാണ്, ഞങ്ങൾ ഓരെ കുറിച്ച് നല്ലോണം പറയണമെന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തരും മറ്റുള്ള ആളെ കുറിച്ച് പറയാം. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്ന ആരും പറയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ സ്വഹാബത്ത് ചെന്ന് പറഞ്ഞിരുന്നത് ആ സഹാബിയെക്കുറിച്ച് പറഞ്ഞു തരണം, മറ്റോ സഹാബിയെക്കുറിച്ച് പറഞ്ഞല്ല പറയാം, എന്നെക്കുറിച്ച് പറഞ്ഞു തരണം, എന്നെ ശുദ്ധീകരിക്കണം എന്നാണ് പറയാം. സ്വഹാബിയത്തായ വനിതകളും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് അതാണ് തീരുമാനിക്കുക. ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അങ്ങനെ തീരുമാനിക്കുക, ഞാൻ ഒരാളെയും കുറ്റവും കുറവും നോക്കൂല, എൻ്റെ കുറ്റവും കുറവും തന്നെ ഞാൻ ആദ്യം തിരുത്താൻ ശ്രമിക്കും. ഇനി ആരെങ്കിലും അങ്ങനെ തിരുത്തേണ്ടി വന്നാൽ മാന്യമായി അയാളെ വഷളാക്കാതെ തിരുത്തണമെന്ന നല്ല ഉദ്ദേശത്തോടെ ഞാനതിൽ ഇടപെടുകയും ചെയ്യും. ഇടപെടാൻ പറ്റുന്ന ആളുകളുണ്ടാവില്ല നമുക്ക്. നമ്മുടെ വീട്ടുകാരെ തെറ്റുകൾ നമ്മൾ തിരുത്തണം, നമ്മളെ കീഴിലുള്ള ആളുകളെ നമ്മൾ തിരുത്തണം, മക്കളോട് നമ്മൾ തിരുത്തി കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അത് സതുദ്ദേശപരമായി ഞാൻ തിരുത്തും. ഇനി ഞാൻ വേറുള്ള ആളുകളെ തെറ്റുകളുടെ പിന്നാലെ പോണ ഏർപ്പാടേ ഞാൻ നിർത്തി എന്ന് നമ്മൾ ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിമിഷത്തിൽ നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. അത് വല്ലാത്ത മോശം ഏർപ്പാടാണ് എന്നാണ്. മോശം ഏർപ്പാടാണ്. ആളുകളെ പിന്നാലെ തെറ്റുകളെ പിന്നാലെ പോവുക, സ്വന്തം തെറ്റുകൾ അറിയാതിരിക്കുക. മഹാന്മാരായ ആളുകളൊക്കെ പറയാറുണ്ട്, അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടാൽ, വേറുള്ള ആൾക്കാർ തെറ്റുകളെ പിന്നാലെ പോകുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അയാൾ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അയാൾ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ ഇനി പോണത് നാശത്തിലേക്കാണ്. അയാൾ ദുന്യാവ് ചതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേറുള്ള ആൾ പിന്നാലെ പോണത് ശരിയായ ഏർപ്പാടല്ല, ചതിയിൽപ്പെട്ട ആളാണ് അയാളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മളെ തെറ്റുകുറ്റങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ എന്ന് പറഞ്ഞാൽ അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്താതെ തെറ്റാണെങ്കിൽ തിരുത്തണം. നമ്മൾ എന്താ പനത്ര ഒരു മടി? എന്താ പണ്ഡിതന്മാർ പറയാറുണ്ട്, അൻഫഉ സിദ്ഖി അൻ തുഖിറ ലില്ലാഹി ബിഉയൂബി നഫ്സിക്. ഏറ്റവും ഉപകാരപ്രദമായ സത്യസന്ധത എന്താണെന്നറിയോ? നിന്റെ ശരീരത്തിന്റെ കുറവുകൾ നീ അള്ളാഹുവിന് മുമ്പിൽ സമ്മതിക്കുക, എന്നിട്ട് അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല സത്യസന്ധത. ഞാൻ സത്യം പറയുന്ന ആളാണ് സത്യസന്ധനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വന്തം തെറ്റുകളെ മറച്ചു വെക്കലല്ല. അതെന്താക്കുക, അള്ളാഹുവിന് മുമ്പിൽ സമ്മതിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വഴികൾ തേടുക എന്നതാണ്. ഈ ഒരു സ്വഭാവം മഹാമോശമാണെന്ന് അർത്ഥം. വേറുള്ള ആൾക്കാർ പിന്നാലെ പോകാന്നുള്ളത്. ചില സംഗതികളുണ്ടാവുമല്ലോ, ചില ആൾക്കാർ വെറുതെ തർക്കിക്കും. നമ്മൾ തർക്കിക്കണം, നമ്മളെ ഭാഗം തെറ്റാണ് എന്ന് ഉറപ്പുണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളങ്ങനെ തർക്കിക്കും. ഞാൻ പിടിച്ച മുയലിന് 3 ചെവിയാണ്, 2 ചെവി ഏത് മുയലിനും ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം. 3ആണെങ്ങനെ പറഞ്ഞാൽ തർക്കിക്കാൻ പുറപ്പെട്ടപ്പോൾ എന്താ കാട്ടുക? അന്നഹു ഗൈറു മുസീബിൻ. നമ്മളെ ഭാഗത്ത് ശരിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും എന്താവും? നമ്മൾ തർക്കിക്കാൻ പോകും. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളെ ഭാഗത്ത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സംഭവിക്കണം. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറത്തുൻ വലൗ അൽഖാ മആദീറ. സ്വന്തം ശരീരങ്ങളെക്കുറിച്ച്, സ്വന്തം വാദങ്ങളെക്കുറിച്ച് പിന്നെ ഓരോ കാരണങ്ങളിങ്ങനെ നിരത്തിയിട്ട് വെറുതെ വാദിക്കുക.
ഇങ്ങനൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. വലിൽ ഇൻസാൻ അലാ നഫ്സിഹി ബസീർ, അവനറിയാം അവൻ്റെ ശരീരം അവൻ പറയുന്നത് ശരിയല്ല. എന്നിട്ട് കുറേ കാരണങ്ങൾ നിരത്തിയിട്ട് എന്താവും, അങ്ങനെ അട്ടഹസിക്കും, വെറുതെ തർക്കിച്ചു കൊടുക്കും. അത് ചെയ്യരുത്. അല്ലെങ്കിൽ ഈ തർക്കിക്കാൻ പോകുമ്പോൾ കാര്യമുള്ള ആൾക്കാരോട് മാത്രം തർക്കിക്കുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പുറം ഒരു ജാഹിലാണെന്ന് വെക്കുക, ഒരു വിവരമില്ലാത്ത ആളാണെന്ന് വെക്കുക, അല്ലെങ്കിൽ എന്താണ് പറയുക, അയാൾ ശരിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് വെറുതെ തർക്കിക്കാൻ വേണ്ടി വരുന്ന ആളാന്ന് വെക്കുക, അയാളോട് തർക്കിക്കാൻ പോകരുത്. പണ്ടൊരു കാട്ടിൽ നടന്നൊരു കഥ പറയാറുണ്ട്. ഒരു പുലിയും പിന്നെ കഴുതയും തമ്മിൽ തർക്കിച്ചു. പുലി പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയാണ്. പുല്ലിൻ്റെ നിറം പച്ചയാണ്. കഴുത പറഞ്ഞു അല്ലല്ല ചോപ്പാണെന്ന് പറഞ്ഞു. പുല്ലിൻ്റെ നിറം ചോപ്പാണ്. അവസാനം വക്കാണായി തർക്കമായി. പിന്നെ രാജാവിൻ്റെ അടുത്ത് കേസെത്തി. ആരാ രാജാവ്? സിംഹരാജാവിൻ്റെ അടുത്ത് കേസെത്തി. കേസൊക്കെ സ്റ്റഡി ചെയ്ത് പഠിച്ചതിന് ശേഷം സിംഹരാജാവ് വിധി പുറപ്പെടുവിച്ചു, പുലിയെ ജയിലിലടക്കണം. പുലി ചോദിച്ചു, ഇന്ന ജയിലിലടക്കേ? ഞാൻ പറഞ്ഞില്ല, എന്താ തെറ്റ്? പുല്ലിൻ്റെ നിറം പച്ചയല്ലേ? അപ്പോൾ രാജാവ് പറഞ്ഞു, ശരിയാണ്, ഇനി പറഞ്ഞത് ശരിയാണ്, പുല്ലിൻ്റെ നിറം പച്ചയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന ജയിലിലടച്ചത് ഈ കഴുതയുമായി വെറുതെ ആവശ്യമില്ലാതെ തർക്കിച്ചതിനാണ്, അതിനാണ് എന്നെ ജയിലിലടച്ചതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കഴുത വെറുതെ തർക്കിക്കുകയാണ് എന്നത് മനസ്സിലാക്കേണ്ടിയിരുന്നു ആര്? പുലി. ഇവനെന്തിനാണ് തർക്കിക്കാൻ പോയത്? പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് ആർക്കും അറിയാത്തത്. ഈ കോലത്തിൽ ആവശ്യമുള്ളിടത്ത് മാത്രം തർക്കിക്കുക, ആവശ്യമുള്ള ആളുകളുമായി മാത്രം സംവാദങ്ങളിൽ ഏർപ്പെടുക. വിഡ്ഢിയായി ചമഞ്ഞ് കാര്യങ്ങൾ ബോധ്യമായിട്ട് മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുന്ന ആളുകളോട് പോകാതിരിക്കുക. അങ്ങനെ പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവരോട് തർക്കിക്കേണ്ട, അവരുടെ ഉദ്ദേശം വേറെയാണ്. പഠിക്കാൻ വേണ്ടി, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു സംഗതി ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന് നമുക്ക് അതിൻ്റെ സത്യസന്ധത മനസ്സിലാവും. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. വാരിൽ അനിൽ ജാഹിലീൻ അള്ളാഹു തആല പറയാൻ കാരണം അതാണ്. ജാഹിലീങ്ങളായ ആളെക്കുറിച്ച് അവരോട് പറ അസ്സലാമു അലൈക്കും, അവരോട് തർക്കിക്കാൻ നമ്മളില്ല, നിങ്ങൾ തിരിഞ്ഞു കളയണം മാത്രം ആളുകളെ തൊട്ട്. അവർ പിന്നാലെ പുറത്ത് പോകാൻ നിൽക്കരുത്. അപ്പോൾ നമ്മളെ ഭാഗം തെറ്റാണ് എന്നറിഞ്ഞിട്ടും ഇവൻ പ്രത്യേകം തർക്കിക്കാൻ നിൽക്കരുത് എന്നർത്ഥം. അതും ഈ ആയത്തിൻ്റെ പരിധി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇത് വലിയൊരു ജിഹാദാണെന്നാണ്. ഈ ഒരു സ്വന്തം ശരീരത്തോട് ജിഹാദ് നടത്തിയാലേ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഏത്? സ്വന്തം ശരീരത്തിന്റെ കുറ്റങ്ങളോ കുറവും കണ്ടെത്തി പരിഹരിക്കാനും കഴിയണമെങ്കിൽ വലിയ ജിഹാദ് തന്നെ നമ്മുടെ ശരീരത്തോട് നടത്തണം. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെ ന്യായീകരിക്കാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. പിശാച് നമ്മളെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. ഇനി അങ്ങനെ ചെയ്തത് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, പിന്നെ ഇതെങ്ങനെയല്ല, ഇനി എങ്ങനെ ചെയ്യുക, നമ്മളൊപ്പം സപ്പോർട്ട് ചെയ്യും അല്ലേ? പിശാചിൻ്റെ പണി അതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കാണിച്ചു തരിക എന്നുള്ളതാണ് പിശാചിൻ്റെ കാര്യമായിട്ടൊരു പണി. അപ്പോൾ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിങ്ങനെ മോടി പിടിപ്പിച്ച് അത് ഉഷാറായിട്ടോ അങ്ങനെ ആയിട്ടോ അതിലേക്ക് ടെൻഷൻ എടുക്കൊന്നും വേണ്ട, ഈ ഇതന്നെ നല്ലതെന്നൊക്കെ പറയുമ്പോൾ പിന്നാലെ അങ്ങനെ കൂടും. സുബ്ഹാനല്ലാഹ്. നമ്മളിങ്ങനെ കുറേ കാരണങ്ങൾ പറയാൻ നിൽക്കും. നമ്മുടെ ചില കാര്യങ്ങൾക്ക്, നമ്മുടെ ചില സ്വഭാവങ്ങൾക്ക്, നമ്മുടെ ചില കുറ്റങ്ങൾക്ക് നമ്മളിങ്ങനെ കുറേ ന്യായങ്ങൾ പറയും. ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഞാനങ്ങനെ ശീലിച്ചു പോയി, എൻ്റെ അതിൽ ശീലമായി, ചെറുപ്പം മുതൽ അങ്ങനെ വളർന്നു വന്നു, ഞാനത് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അങ്ങനൊന്നും ന്യായങ്ങൾ നമ്മൾ പറയണ്ട. നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒരു സ്വഭാവവും ഇല്ല. നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒരു സ്വഭാവമില്ല. നമ്മുടെ മനസ്സ് മാറുന്നതാണ്, നമ്മുടെ ശീലങ്ങൾ മാറുന്നതാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറ്റാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആ നിലക്ക് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു ബിഖൗമിൻ, എന്താണ് പറയുക, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരുടെ കാര്യങ്ങൾ അവർ മാറ്റുന്നത് വരെ അല്ലാഹു തആല മാറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? നമ്മൾ മാറ്റാൻ തയ്യാറാവുന്നത് വരെ, നമ്മൾ മാറാൻ തയ്യാറാകുന്നത് വരെ അല്ലാഹു തആല നമ്മളെ മാറ്റൂലാന്ന്. അപ്പോൾ നമ്മൾ മാറാൻ തയ്യാറാകാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്ത് കിട്ടി? നമുക്ക് മാറാൻ കഴിയും എന്ന് മനസ്സിലായി. അപ്പോൾ അതെൻ്റെ സ്വഭാവമാണ്, ഞാൻ അങ്ങനെ ആയിപ്പോയി, ഞാനിപ്പോൾ എനിക്കത് മാറ്റാൻ കഴിയില്ല, നിങ്ങൾ ക്ഷമിക്കണം, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെയൊന്നും നമ്മൾ ആരോടും പറയണ്ട. നമുക്ക് ഏത് സ്വഭാവം മാറ്റാൻ കഴിയും. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് സംബന്ധമായി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.